ഓവുലേഷൻ അല്ലേ നമ്മുടെ ഫെർട്ടൈൽ പീരീഡ് എന്നൊക്കെ പറയുന്നത്. അഥവാ ഒരു ബേബി വേണമെങ്കിൽ ആ സമയം നോക്കിയിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഫെർട്ടൈൽ പീരീഡ് നോർമലി ഒരു 28-30 ദിവസത്തിന്റെ നിങ്ങളുടെ സൈക്കിളാണ് റെഗുലർ ആയിട്ട് പോകുന്നെങ്കിൽ 13ാമത്തെ ദിവസം തൊട്ടിട്ട് 15ാമത്തെ ദിവസം എന്നൊരു കണക്കിൽ നമ്മൾ പിടിക്കുക. അതായിരിക്കും ഒരു ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഓവ്യുലേഷന്റെ സമയം എത്തൂല. നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 12th ഡേ കഴിഞ്ഞിട്ട് ഒരു 16th ഡേ വരെ ഒരു ആവറേജ് പിടിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് ഓവ്യുലേഷന്റെ സമയം വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ യൂട്ടിനൈസിങ് ഹോർമോൺ കൂടുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഓവ്യുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എഗ് റിലീസ് ചെയ്യുന്ന സമയത്ത് അഥവാ വല്ല സ്പേം വരാനെങ്കിൽ നാച്ചുറൽ ലൂബ്രിക്കൻ ടൈപ്പാണ് അവിടുത്തെ ലിക്വിഡ് ഒരു എഗ് വൈറ്റിന്റെ പോലെ ഉണ്ടാവും. എഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ളം ഉണ്ടാവില്ലേ, അതിൻ്റെ പോലെ ഒരു സ്ലിപ്പറി ആയിട്ട് കളർലെസ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പം അതാണ് ഓവുലേഷൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഇഫ് യു ഡോണ്ട് പ്ലാൻ ടു ഗെറ്റ് പ്രഗ്നൻറ്റ്, നിങ്ങൾക്ക് പ്രഗ്നൻസി ഇപ്പോൾ വേണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എഗ് വൈറ്റ് ആയിട്ടുള്ള ലിക്വിഡാണ് അവിടെ താഴെ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടാതിരിക്കുക. ബന്ധപ്പെടാണെങ്കിൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുക പ്രഗ്നന്റ് ആകാതിരിക്കുക. ഇനിയും ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് എന്നോട് കോൺടാക്ട് ചെയ്യുക. ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. ഫോളോ ഫോർ മോർ.